ഹലോ ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ ഷിബി. ഞാൻ ഇന്നൊരു ചെറിയ പോഡ്കാസ്റ്റ് പറയാൻ പോവാണ്. നമ്മുടെ വീട്ടിലുള്ള അന്തരീക്ഷം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനൊക്കെ എപ്പോഴും ഒരു കാമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക, അതാണ് ഞാൻ ഇന്ന് പോഡ്കാസ്റ്റിലൂടെ പറയാൻ പോകുന്നത്. പലപ്പോഴും നമുക്ക് സ്വന്തം വീട്ടിലെ ഏതെങ്കിലും മുറിയിലേക്കോ അല്ലെങ്കിൽ കിച്ചണിലേക്കൊക്കെ കയറുമ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ടോ? ചിലർക്കെങ്കിലും അതൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ശരിക്കും ഇവ ചില സ്ഥലം കാണുമ്പോൾ നമുക്ക് വല്ലാതാണ് നെഗറ്റീവായി തോന്നാറുണ്ട്. നമ്മൾ സ്വന്തം വീട്ടിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് മാറ്റാൻ കഴിഞ്ഞതാണ്. അതെങ്ങനെയൊക്കെയാണ് മാറ്റുന്നത് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എയറും ലൈറ്റും. അതായത് നന്നായിട്ട് വായു സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇടമാണ് നമ്മുടെ വീട്. അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം വേണം. നമ്മൾ ശുദ്ധവായു എങ്ങനെയാണ് നമ്മളെ റൂമിലേക്കോ അല്ലെങ്കിൽ ഹാളിലേക്കോ എങ്ങനെയാണ് നമ്മൾ എത്തിപ്പിക്കുക? അതായത് നമ്മൾ ജനലുകളും വാതിലുകളും കുറച്ച് 10 മിനിറ്റ് രാവിലെയാണ് ബെസ്റ്റ് ടൈം 10 മിനിറ്റ് ഒന്ന് തുറന്ന് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു മടുപ്പൻ ഭാവം ഒന്ന് മാറിക്കിട്ടും. നല്ല വെളിച്ചം കയറും. അവിടെ നിന്ന് ഒരു നല്ല സൂര്യപ്രകാശം കയറുമ്പോൾ തന്നെ അവിടുത്തെ അഴുക്കുകളും ഫംഗസ് ബാധയൊക്കെ അതിൽ കൂടെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും. ഇനി ഇതിന് മെയിനായിട്ട് ചെയ്യുന്ന നമ്മൾ സ്റ്റെപ്പ് പരമാവധി വെളിച്ചം കടത്തി വിടുക എന്നാണ്. പിന്നെ എന്തെങ്കിലും കട്ടിയുള്ള കർട്ടൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് കുറച്ച് സൂര്യപ്രകാശം ഉള്ളിലേക്ക് കയറിക്കോട്ടെ. നമ്മളെ ഒരു വീട്ടിലെ ഒരു വെളിച്ചെത്താത്തൊരു ഭാഗം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സോ അല്ലെങ്കിൽ ഒരു ചെറിയ ലാമ്പോ വെച്ച് നോക്കാം. ഓക്കെ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലെ അലങ്കോലങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പലരുടെ വീട്ടിലൊക്കെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ഫുള്ളായി സ്പ്രെഡായി കിടക്കുന്നുണ്ടാവും. ഇതൊന്നും മിക്കവാറും നമുക്ക് 90% ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ എന്തിനാണ് നമ്മൾ വലിച്ചു വാരിയിടുന്നത്? ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ നിന്ന് അന്ന് തന്നെ മാറ്റാം. അപ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര ഒരു ഭാരമുള്ള ജോലിയാണല്ലോ, എല്ലാ സ്ഥലത്തും അത് മാറ്റുമ്പോൾ തന്നെ ഒരാളാകെ ടയേർഡാവും. അപ്പോൾ അതിന് നമ്മൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു ദിവസം റൂമത്തെ ഇന്ന ടേബിൾ ഈ ദിവസം വൃത്തിയാക്കുക, അതിൽ ആവശ്യമില്ലാത്തൊക്കെ പുറത്ത് കളയും. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കളയേണ്ടത്. ഓക്കെ. ഇനി നമ്മൾ മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നല്ല സ്മെല്ല്, നല്ല ഓർമ്മകൾ. അതായത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഈ 5 സെൻസ് ഓർഗനുമായി കണക്റ്റഡ് ആണ്. കാഴ്ച, കേൾവി, സുഗന്ധം. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് നല്ല മണം എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സൊന്ന് കാമാവും. നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടില്ലേ? എപ്പോഴും നല്ലൊരു സുഗന്ധമുള്ള വീടാക്കാൻ നോക്കാം. നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പ്രേകളോ അതൊന്നും വാങ്ങണമെന്നില്ല. ജസ്റ്റ് നമുക്ക് അടുക്കളയിൽ പോയിട്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നാരങ്ങ ഇടുക, കുറച്ച് കറുവാമ്പട്ട ഇടുക, നന്നായിട്ട് തിളപ്പിച്ച ശേഷം നമ്മൾ ഡൈനിങ് ഹാളിലോ കുറച്ച് നേരം അങ്ങനെ വെപ്പിക്കുക. അപ്പോൾ തന്നെ അവിടെ ഫുള്ളൊന്ന് സുഗന്ധം പരക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലോ ജസ്റ്റ് ഒന്ന് വെച്ചാലും മതി. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഓക്കെ. ഇനി ഇന്നത്തെ എൻ്റെ ചെറിയ എപ്പിസോഡ് കേട്ടതിന് എല്ലാവർക്കും നന്ദി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ഓക്കെ. ഇനി വീണ്ടും വേറൊരു എപ്പിസോഡുമായിട്ട് ഉടനെ വരാം.